നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനകത്തോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു 1 ലൈൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട്. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. വലിയ വലിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഭവത്തിലൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതും നമുക്കൊരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നൽ മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാം എന്ന് പറയായിരുന്നു. പിന്നെ അതിന് പുറകിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷെ വളരെ ബുദ്ധിമുട്ടി. കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല. നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം. എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം, ഞാനൊരു സിനിമ എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഒരു ആൻസർ ഉണ്ടാവണം. അങ്ങനെയാണ് സലീമക്കയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട്. അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കള്, ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ്. അത് ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം തരണം. താങ്ക് യു.